ദേ അങ്ങനെ ഒരു തെയ്യക്കാലം കൂടി വന്നോട്ടോ. നമുക്കൊരു തെയ്യം കാണാൻ പോയാലോ? ദേ ഇവിടെയാണ് നമ്മൾ തെയ്യം കാണാൻ വന്നത്. ഓൾറെഡി എല്ലാവരും എത്തിക്കഴിഞ്ഞു. ആദ്യം തന്നെ വിഷ്ണുമൂർത്തിയായിരുന്നു. കോലാധാരി നമ്മുടെ സ്വന്തം സന്തോഷേട്ടൻ, അല്ലല്ല സന്തോഷ് പണിക്കർ. നരസിംഹ ഭഗവാന്റെ തെയ്യക്കൊലമാണ് വിഷ്ണുമൂർത്തി. തന്റെ ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടി ഹിരണ്യകശിപുവിനെ സന്ധ്യാനേരത്ത് ഉമ്മറപ്പടിയിൽ വെച്ച് കൊല്ലുന്നതാണ് ഈ രംഗം. അദ്ദേഹത്തിന്റെ ഈ രൗദ്രഭാവം ശമിപ്പിക്കാൻ ദേവന്മാർക്ക് ആർക്കും സാധിച്ചില്ല. സാക്ഷാൽ ലക്ഷ്മി ദേവിക്ക് പോലും. പ്രഹ്ലാദൻ തന്നെ അവസാനം വേണ്ടി വന്നു ഭഗവാനെ ശാന്തനാക്കാൻ. ഇത് കഴിഞ്ഞ ഉടനെ അന്നദാനത്തിനുള്ള ക്യൂ തുടങ്ങി. ചോറും സാമ്പാറും അച്ചാറും മൊളീഷും, അതായത് കൂട്ടറി, പിന്നെ പായസം. ഇതിനിടയ്ക്ക് നമ്മുടെ പണയക്കാട്ടമ്മയുടെ പുറപ്പാട് കഴിഞ്ഞിരുന്നു. പണയക്കാട്ടമ്മ പുറപ്പെട്ടിട്ടാണ് അന്നദാനം ആരംഭിക്കുന്നത്. എൻ്റെ നാടിൻ്റെ കാവൽ ഭഗവതിയാണ് പണയക്കാട്ടമ്മ. പണ്ട് കുഞ്ഞായിരിക്കുമോ പേടി വന്ന അമ്മമ്മ പറയായിരുന്നു, പേടിക്കണ്ട, പണയക്കാട്ടമ്മ നമ്മളൊക്കെ നോക്കിക്കോളൂന്ന്. ഈ അമ്മയുടെ പിറകിൽ ഒരു വലിയ കഥ തന്നെയുണ്ട്. എല്ലാം വഴിയെ പറയാം. അങ്ങനെ നമ്മൾ പ്രസാദം വാങ്ങി. പണയക്കാട്ടമ്മ മഹാദേവനെ കാണാനുള്ള പോക്കാണിത്. തന്നെ ഏൽപ്പിച്ച ദൗത്യം താൻ ഭംഗിയായി നിർവഹിക്കുന്നുണ്ടെന്ന് ഭഗവാനോട് അമ്മ പറയുന്നതാണ്. അങ്ങനെ അമ്മയുടെ അനുഗ്രഹവും വാങ്ങി ഞാൻ നേരെ വീട്ടിലേക്ക്. ഇനി ഇങ്ങനെ കുട്ടി കുട്ടി വീഡിയോസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ശരി, ബൈ ഗൈസ്.